നമസ്കാരം. എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. ശിവപുരാണത്തിൽ കുബേരൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഇങ്ങനെയാകുന്നു: കാമ്പില്യ നഗരം എല്ലാ സമ്പത്തുകളുടെയും കലവറയാണ്. ആ പട്ടണത്തിലാണ് അഗ്നിദത്തൻ എന്ന ബ്രാഹ്മണൻ താമസിച്ചിരുന്നത്. അദ്ദേഹം വേദങ്ങളിൽ അഗാധമായ അറിവുള്ളവനും തത്വചിന്തയുടെ പ്രഭാഷകനും അവതാരകനും ആയിരുന്നു. യാഗപരമായ ചടങ്ങുകൾ എല്ലാം നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ഉത്തമനായ ഗൃഹസ്ഥൻ. അദ്ദേഹത്തിനും ഭാര്യയ്ക്കും ഗുണഹിന എന്നൊരു മകനുണ്ടായിരുന്നു. അവനെ അമിതമായ ആഡംബരത്തോടെയാണ് അവർ വളർത്തിയത്. ആൺകുട്ടിക്ക് 8 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അവൻ്റെ ഉപനയനം നടന്നു. അതിനുശേഷം ഗുണഹിനയെ ഗുരുകുലത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. ഗുരുകുലത്തിലേക്ക് പോകുമ്പോഴൊക്കെ തന്നെ അവൻ്റെ അമ്മ അവന് കൈനിറയെ മധുരപലഹാരങ്ങളും സമ്മാനങ്ങളും നൽകിയാണ് വിട്ടത്. അങ്ങനെ അമിതമായി ലാളിച്ച ഒരാൺകുട്ടിയായിരുന്നു ഗുണഹിനൻ. ഗുണഹിനനാകട്ടെ ഗുരുകുലത്തിൽ പോകുന്നതിനെക്കുറിച്ച് മാതാപിതാക്കളോട് കള്ളമാണ് പറഞ്ഞിരുന്നത്. വാസ്തവത്തിൽ അവൻ ദുഷ്ടന്മാരായ കുറച്ച് ആൾക്കാരുമായി ഇടപഴകുകയായിരുന്നു. അങ്ങനെ തന്നെ അവന് ദുഷ്ടസ്വഭാവം ലഭിക്കുകയും ചെയ്തു. അവൻ വളർന്ന് യുവാവായപ്പോഴും അവൻ്റെ ദുശീലങ്ങളും ദുഷ്പ്രവൃത്തികളും ഒന്നും തന്നെ ഉപേക്ഷിച്ചില്ല. ചൂതാട്ടത്തിൽ തൻ്റെ എല്ലാ സമ്പത്തും പാഴാക്കി, ആഭരണങ്ങൾ പണയപ്പെടുത്തി. ജന്മനാ കർക്കശമായ ആചാരങ്ങൾ ഒരിക്കലും തന്നെ അവൻ പാലിച്ചില്ല. അവൻ്റെ സ്വഭാവം സംശയാസ്പദമാണെങ്കിലും അവൻ വളരെ ഭംഗിയുള്ള ഒരു മനുഷ്യനായിരുന്നു. കൂടാതെ ഒരു മഹാനായ ഋഷിതുല്യനായ ഗൃഹസ്ഥൻ്റെ മകനും. ഇതറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ബ്രാഹ്മണൻ തൻ്റെ മകളെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹം വളരെ ആഡംബരത്തോടെ ആഘോഷമായി നടന്നു. എന്നാൽ വിവാഹം ഗുണഹീനനിൽ യാതൊരു വ്യത്യാസവും വരുത്തിയില്ല. എന്നാൽ ഗുണഹീനൻ്റെ പിതാവ് ഇതൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. അയാളുടെ ഭാര്യ അയാളോട് പറഞ്ഞുമില്ല. എപ്പോഴെങ്കിലും അവനെക്കുറിച്ച് ചോദിച്ചാൽ ഭാര്യ പറയുന്നത് അവൻ അടുത്ത ക്ഷേത്രങ്ങളിൽ സന്ദർശനത്തിന് പോയിട്ടുണ്ടാകാം എന്നായിരിക്കും. ആൺകുട്ടി തൻ്റെ പുണ്യകർമ്മങ്ങൾ ആചരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എപ്പോഴും ഒഴിഞ്ഞുമാറിയാണ് ഉത്തരം പറഞ്ഞിരുന്നത്. അവൾ ഇങ്ങനെ വാചാലയായിരുന്നെങ്കിലും ഗുണഹിനിയുടെ മോശം പെരുമാറ്റത്തിൽ അത്യധികം ഉള്ളിൽ ഖേദിക്കുകയും ചെയ്തു. ഒരു ദിവസം ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ അമ്മ ഗുണഹിനനോട് ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട മകനെ, ഇതുവരെ നിന്റെ ദുഷ്പ്രവർത്തികളെക്കുറിച്ചുള്ള വാർത്ത ഞാൻ നിന്റെ പിതാവിൽ നിന്ന് മറച്ചു വച്ചിരിക്കുന്നു. നിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞാൽ അവർ നമ്മളെ 2 പേരെയും കഠിനമായി ശിക്ഷിക്കും. പഠനം ഒരു മനുഷ്യനെ പ്രശസ്തനാക്കുകയും സമ്പന്നനാക്കുകയും ചെയ്യുമെന്ന് നിനക്കറിയില്ലേ? വിദ്യാഭ്യാസമില്ലെങ്കിൽ ലോകത്തിലെ എല്ലാ സമ്പത്തും ഉപയോഗശൂന്യമാണെന്നും വിദ്യാഭ്യാസമില്ലാത്തവൻ ഒരു മൃഗമാണെന്നും സ്ഥിരമായ ഒരേയൊരു അലങ്കാരം വിദ്യാഭ്യാസത്തിൽ നിന്നുള്ള നല്ല സംസാരമാണെന്നും വിദ്യാഭ്യാസം അനന്തമായ ഒളിഞ്ഞിരിക്കുന്ന സമ്പത്താണെന്നും വാദിക്കുന്ന മഹത്തായ വാക്കുകൾ നീ കേട്ടിട്ടില്ലേ? നിങ്ങളുടെ പൂർവികരെല്ലാം മഹത്തായ യാഗങ്ങൾ അനുഷ്ഠിച്ച മഹാപണ്ഡിതന്മാരായിരുന്നു. നിന്റെ പിതാവാകട്ടെ ബ്രാഹ്മണ വീട്ടുകാർക്ക് ഒരു ഉത്തമ മാതൃകയാണ്. ഇത്രയും മഹത്വമുള്ള പൂർവികരുടെ അവകാശിയായ നീ എന്താണ് ഇങ്ങനെ ആയത്? നിനക്ക് സ്വയം ലജ്ജ തോന്നുന്നില്ലേ? നിങ്ങൾക്കിതിനകം 18 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. നിന്റെ ഭാര്യ അകൽമഷയ്ക്ക് 16 വയസ്സായി. ഇവിടുത്തെ എല്ലാ മരുമക്കളും ജീവിതത്തിൽ നല്ല സ്ഥാനമുള്ളവർ തന്നെയാണ്. ഞാനാകട്ടെ എൻ്റെ ഭർത്താവിനോടും കുടുംബത്തോടും സമർപ്പിതയുമാണ്. ഈ വസ്തുതകളെല്ലാം കണക്കിലെടുത്ത് നിനക്ക് സ്വയം മാറിക്കൂടെ? എന്നാൽ ഗുണഹീനൻ ചൂതാട്ടം, മദ്യപാനം, വേട്ടയാടൽ, മോഷണം എന്നിവയിൽ വളരെയധികം പിന്നിലായതിനാൽ ആ മാതൃപരമായ അപേക്ഷ അവൻ്റെ കർണങ്ങളിൽ വീണില്ല. അവൻ പതുക്കെ വീണ്ടും സ്വത്തുക്കളും ആഭരണങ്ങളും വീട്ടുപകരണങ്ങളും ഓരോന്നായി പണയപ്പെടുത്തുവാൻ തുടങ്ങി. ഒരു ദിവസം അവൻ തൻ്റെ പിതാവിൻ്റെ സ്വർണ്ണമോതിരം മോഷ്ടിച്ചു. ഒരു പന്തയത്തിൽ അത് നഷ്ടപ്പെട്ടു. ഒരു ചൂതാട്ടക്കാരൻ്റെ വിരലിൽ അത് കണ്ടെത്തിയ അഗ്നിദത്തൻ അത്ഭുതപ്പെട്ടു. ചൂതാട്ടക്കാരൻ സത്യം വെളിപ്പെടുത്തിയില്ലെങ്കിൽ രാജാവിനെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. പിന്നീട് ഗുണഹീനനിൽ നിന്ന് ചൂതാട്ടക്കടം കൂടാതെ മുൻകാലങ്ങളിൽ വിലപിടിപ്പുള്ള നിരവധി വസ്തുക്കൾ വഴിയാണ് താനത് നേടിയതെന്ന് ചൂതാട്ടക്കാരൻ സമ്മതിച്ചു. അഗ്നിദത്തൻ നിരാശനായി. മകൻ്റെ ദുഷ്പ്രവൃത്തി കാരണം കുടുംബത്തിനേറ്റ കളങ്കത്തിൽ വിലപിച്ച് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. ഒരു ആതിഥേയൻ്റെയും ഭക്തനായ ഒരു ഗൃഹനാഥൻ്റെയും കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് സന്യാസിമാരായ അതിഥികളുടെ കൂട്ടത്തിൽ
തൻ്റെ ഭക്ഷണത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഏകാന്തതയിൽ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു: നമ്മുടെ മകനെ അമിതമായി ലാളിച്ചുകൊണ്ട് നീ അവനെ നശിപ്പിച്ചു. അവൻ്റെ ജീവിത രീതിയെക്കുറിച്ച് നീ എപ്പോഴും എന്നോട് കള്ളം പറയുകയായിരുന്നു. എനിക്ക് നിന്നോട് ഒരു ബന്ധവുമില്ല. നീ നിൻ്റെ വഴിക്ക് പോകൂ. ആ സ്ത്രീക്ക് ദയനീയമായ നിശബ്ദതയിൽ മാത്രമേ മറുപടി നൽകാൻ കഴിഞ്ഞുള്ളൂ. ഒടുവിൽ ഗുണഹീനൻ തൻ്റെ വഴികൾ മാറ്റാൻ കഴിയാതെ വീട് വിട്ട് എങ്ങോട്ടോ പോയി. മാതാപിതാക്കൾ ഉത്കണ്ഠയിലും ദുരിതത്തിലും അസ്വസ്ഥരായിരുന്നു. ഗുണഹീനൻ വനാന്തരങ്ങൾ തോറും അലഞ്ഞു നടന്നു. അവന് കഴിക്കാൻ ഒന്നും തന്നെ ലഭിച്ചില്ല. കുടിക്കാൻ ശുദ്ധജലം പോലുമില്ല. തൻ്റെ അന്ത്യം വേഗത്തിൽ അടുക്കും എന്ന് അവൻ ഭയപ്പെട്ടു. മുന്നോട്ടു പോകാൻ കഴിയാത്തത്ര ദുർബലനായി അയാൾ നിലത്തിരുന്നു. അവൻ കണ്ണുകൾ ചുറ്റും പായിച്ചു. അപ്പോൾ ഒരു തടാകം കണ്ടു. അവൻ സന്തോഷത്തോടെ ആ വെള്ളം കുടിക്കുവാൻ ഇഴഞ്ഞ് തടാകത്തിലേക്ക് പോയി. വെള്ളം കുടിച്ച് തൃപ്തനായി ഒരു മരത്തിനടിയിൽ കിടന്നു. തന്നെ ഈ അവസ്ഥയിലേക്ക് നയിച്ച ഭൂതകാല സംഭവങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ അയാൾക്ക് ഒരു ഭ്രമം അനുഭവപ്പെട്ടു. തൻ്റെ അമ്മ തൻ്റെ ഭാഗത്തെക്കുറിച്ച് ഓർത്ത് കരയുന്നത് അയാൾ കണ്ടു. അവൻ ഇങ്ങനെ വിലപിച്ചു: അമ്മേ, എനിക്ക് വിദ്യാഭ്യാസം ലഭിച്ചില്ല. കാരണം എൻ്റെ പണം തീർന്നു പോയെങ്കിലും ഒരു കള്ളനും മോഷ്ടിക്കാൻ കഴിയാത്ത വിദ്യാഭ്യാസവും മറഞ്ഞിരിക്കുന്ന സമ്പത്തും എനിക്കുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോഴും എങ്ങനെയെങ്കിലും അതിജീവിക്കാൻ കഴിയുമായിരുന്നു. അമ്മേ, എനിക്ക് എങ്ങനെ നിങ്ങളോട് പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയും? അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കാലിൽ വീണ് ക്ഷമയാചിക്കുവാൻ തുടങ്ങി. എന്നാൽ അവൻ്റെ മുന്നിൽ ഒരു മൂർത്തമായ അസ്തിത്വവും ഉണ്ടായിരുന്നില്ല. അതെല്ലാം സ്വപ്നമാണെന്ന് അവന് മനസ്സിലായി. താൻ എത്ര നിസ്സഹായനാണെന്ന് കണ്ട് അയാൾ ഉറക്കെ കരയാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ സോമേശ്വര ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടം ഭക്തരെ അവൻ കണ്ടു. അവർ ശിവഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അവരുടെ അടുത്തേക്ക് ഗുണഹീനൻ ചെന്നു. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു: മഹാത്മാക്കളെ, ഞാനൊരു ദുഷ്ടനാണ്. എൻ്റെ മാതാപിതാക്കളുടെ എല്ലാ ഉപദേശങ്ങളും ശ്രദ്ധിക്കുവാൻ എനിക്ക് സമയമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ അതിൽ പശ്ചാത്തപിക്കുകയും അനുതപിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ കൂടെ എന്നെ അനുഗമിക്കുവാൻ ദയവായി അനുവദിച്ചാലും ഞാൻ നിങ്ങളോട് എന്നേക്കും നന്ദിയുള്ളവനായിരിക്കും. ദയവായി കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കൂ. ഈ കുളത്തിങ്കൽ കുളിച്ച ശേഷം ഞാൻ നിങ്ങളോടൊപ്പ് ചേരാം. ദയാലുവായ തീർത്ഥാടകർ അദ്ദേഹത്തിൻ്റെ എളിയ അഭ്യർത്ഥന അംഗീകരിച്ചു. ഗുണഹീന മോശമായ കൂട്ടുകെട്ടിൽ അകപ്പെടുന്നതിനു മുമ്പ് പഠിച്ച സ്തുതിഗീതങ്ങൾ ഓർമ്മിച്ചു. ശിവഭഗവാനോടും പുണ്യനദികളോടും സൂര്യദേവനോടും പ്രാർത്ഥിച്ചു. അങ്ങനെ അദ്ദേഹം ദേഹം പരിശുദ്ധമാക്കി. അദ്ദേഹം ശരിക്കും പശ്ചാത്താപം പ്രകടിപ്പിച്ചുവെന്ന് മനസ്സിലാക്കിയ തീർത്ഥാടകർ ഇങ്ങനെ പറഞ്ഞു: സുഹൃത്തെ, നാളെ മഹാശിവരാത്രി ദിനമാണ്. ദിവസം മുഴുവൻ ഉപവസിച്ചും ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്തും പുണ്യനദിയായ ഗൗതമിയിൽ മുങ്ങിയും പുണ്യനദിയിൽ വഴിപാട് സ്വീകരിച്ചും നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. ഭക്തരുടെ വഴിയിലെ തടസ്സങ്ങളെ അകറ്റുന്ന ഭഗവാൻ വിഘ്നേശ്വരനെ മാനസികമായി ആരാധിച്ചുകൊണ്ട് ഗുണഹീനൻ സോമേശ്വര ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകരോടൊപ്പം ചേർന്നു. അങ്ങനെ അവർ ഗൗതമി നദി, അതായത് ഗോദാവരി നദിയുടെ തീരത്ത് എത്തി. തീർത്ഥാടകരെ കണ്ട് ഗോദാവരി നദി ആനന്ദത്താൽ നിറഞ്ഞൊഴുകി. ഗുണഹീനയും മറ്റു ഭക്തരും നദിയെ സ്തുതിച്ചുകൊണ്ട് ശ്ലോകങ്ങൾ ചൊല്ലിയും പുണ്യനദിയിൽ കുളിച്ചു. ഗുണഹീനൻ ശിവഭഗവാനോട് പശ്ചാത്തപിച്ചു പ്രാർത്ഥിച്ചു. ചുറ്റും ശിവനെക്കുറിച്ചുള്ള സ്തുതിഗീതങ്ങൾ മുഴങ്ങിക്കൊണ്ടിരുന്നു.
ഗുണഹിന ആ ഭക്തരുടെ കൂട്ടത്തിൽ ചേർന്ന് ഭഗവാനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു. ദിവസം മുഴുവൻ അദ്ദേഹം ഉപവസിച്ചു കൊണ്ടിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ശരീരം അത്യധികം ദുർബലമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മീയ ശക്തി വളർന്നുകൊണ്ടിരുന്നു. സൂര്യൻ അസ്തമിച്ചപ്പോൾ പ്രാർത്ഥനയുടെ സമയമായി തുടങ്ങി. ഭക്തർ ഭഗവാനെ ആരാധിക്കാൻ ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരുന്നു. ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. പ്രാർത്ഥനകൾ കഴിഞ്ഞ് ആരാധകർ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വിശന്നു മരിക്കുകയായിരുന്ന ഗുണഹീനനുമായി തങ്ങളുടെ പ്രസാദം പങ്കിടാൻ അവരിൽ ആരും തയ്യാറായില്ലായിരുന്നു. ദൈവത്തിന് പതിവായി വഴിപാടുകൾ അർപ്പിച്ചിരുന്ന പുരോഹിതന്മാർ പോലും അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ അർദ്ധരാത്രിയായിരിക്കുന്നു. ക്ഷേത്രത്തിനുള്ളിൽ പുരോഹിതന്മാർ ഉറങ്ങുന്ന സമയവും ഗുണഹീനൻ ശ്രീകോവിലിൽ പ്രവേശിച്ചു. ലിംഗത്തിനടുത്തുള്ള ജ്വാല അണയാൻ പോകുകയായിരുന്നു. തൻ്റെ കയ്യിലുള്ള തുണിയുടെ ഒരു കഷ്ണം കീറി ഗുണഹീന അതിൽ നിന്ന് ഒരു തിരിയുണ്ടാക്കി വെളിച്ചം അണയാതിരിക്കാൻ നോക്കി. വിശപ്പ് കാരണം ഗുണഹീനൻ വഴിപാടടങ്ങിയ കലം മോഷ്ടിച്ചു. അയാൾ അതെടുത്ത് ഓടിപ്പോകുമ്പോൾ അബദ്ധവശാൽ ഉറങ്ങിക്കിടന്ന ഒരു ഭക്തനിൽ അയാളുടെ കാലുകൾ തട്ടി. ശബ്ദം കേട്ടുണർന്ന അയാൾ കാവൽക്കാരെ വിളിച്ചുണർത്തി. കാവൽക്കാർ ഗുണഹീനനെ പിന്തുടരുകയും അവരുടെ അമ്പുകളാൽ അയാൾ കൊല്ലപ്പെടുകയും ചെയ്തു. ആ വിശുദ്ധ ഭക്ഷണപാത്രം മരിച്ച ആ മനുഷ്യനു വേണ്ടി കണ്ണുനീർ പൊഴിക്കുന്നത് പോലെയാണ് തോന്നിയത്. കാരണം അത്രയും നല്ല ഒരു ശിവഭക്തന് ഭക്ഷണം കഴിക്കുവാൻ കൊടുത്തില്ല എന്നതായിരുന്നു അതിൻ്റെ ദുഃഖം. അതേസമയം ശിവനുമായുള്ള ആനന്ദകരമായ ഐക്യം ഉടൻ ലഭിക്കുമെന്ന് ആ പാത്രം അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതനുസരിച്ച് ഉദയസമയത്ത് ഗുണഹീനയ്ക്ക് ദൈവകൃപ ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ആനന്ദകരമായ നേട്ടത്തിൽ ശിവഭഗവാന്റെ പരിവാരങ്ങൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ ഗുണഹീനൻ അടുത്ത ജന്മത്തിൽ കലിംഗരാജ്യത്തിൻ്റെ രാജാവായി തീർന്നു. അരിന്തമ എന്നായിരുന്നു പേര്. ഭഗവാന്റെ ഉറച്ച ഭക്തനായ അദ്ദേഹം എപ്പോഴും ഭക്തി ധർമ്മപ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നു. അരിന്തമൻ സാർവത്രികതയാൽ നിറഞ്ഞിരുന്നു. ശിവഭഗവാനെയും വിഷ്ണു ഭഗവാനെയും അദ്ദേഹം ആരാധിച്ചു കൊണ്ടിരുന്നു. മഹാമനസ്കതയ്ക്ക് അദ്ദേഹം ലോകമെമ്പാടും അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ രാജ്യം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിരുന്നു. അടുത്ത മഹാശിവരാത്രി ദിനത്തിൽ അദ്ദേഹം ശിവഭഗവാനുമായി ആത്മാവിൽ ഐക്യപ്പെട്ടു. അടുത്ത ജന്മത്തിൽ അരിന്തമ ബ്രഹ്മാവിൻ്റെ മാനസിക സന്തതിയായ പൗലസ്ത്യയുടെ മകനായി ജനിച്ചു. അദ്ദേഹം വിശ്രാവസു എന്ന് അറിയപ്പെട്ടു. ഈ അസ്തിത്വത്തിലും വിശ്രാവസു ശിവഭഗവാന് പൂർണ്ണമായും സമർപ്പിതനായിരുന്നു. അദ്ദേഹത്തിന് 2 പത്നിമാരുണ്ടായിരുന്നു. ആദ്യ പത്നിയിൽ വൈശ്രവണൻ എന്ന മകനുണ്ടായി. രണ്ടാമത്തെ പത്നിയിൽ രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ എന്നിങ്ങനെ 3 പുത്രന്മാരും ജനിച്ചു. വൈശ്രവണൻ വളരെക്കാലം ശിവഭഗവാനെ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ സന്തുഷ്ടനായ മഹാദേവൻ വിശ്വകർമാവിനോട് മഹാസമുദ്രത്തിൻ്റെ മധ്യത്തിൽ മനോഹരമായ ഒരു പട്ടണം പണിയുവാൻ കൽപ്പിച്ചു. അങ്ങനെ അത് വൈശ്രവണന് വിട്ടുകൊടുക്കുകയും ചെയ്തു. സമ്പത്തിനും മഹത്വത്തിനും പേരുകേട്ട ലങ്ക എന്ന നഗരമായിരുന്നു അത്. എന്നാൽ ഇതേ സമയം രാവണന് ഈ നഗരത്തിന്മേൽ ഒരു ആഗ്രഹം തോന്നി. അത് കീഴടക്കി ഭരിക്കാൻ അവൻ ആഗ്രഹിച്ചു. ഒടുവിൽ തൻ്റെ അർദ്ധ സഹോദരനായ വൈശ്രവണനെ ലങ്കയിൽ നിന്ന് പുറത്താക്കുന്നതിൽ രാവണൻ വിജയിച്ചു. വൈശ്രവണന് വേണ്ടി ശിവഭഗവാൻ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറായില്ല. കാരണം രാവണൻ തൻ്റെ എല്ലാ ദുഷ്ടപ്രവർത്തികൾക്കും അതീതമായി ശിവഭഗവാന്റെ ഭക്തനുമായിരുന്നു. എല്ലാത്തരം ഭക്തരോടും ശിവഭഗവാൻ കരുണയുള്ളവനായതിനാലാണ് അദ്ദേഹത്തെ ഭോലാശങ്കരൻ, അതായത് നിരുപദ്രവകാരിയായ ശങ്കരൻ എന്ന് തന്നെ വിളിക്കുന്നത്. ലങ്കയിൽ നിന്ന് ഓടിപ്പോയ വൈശ്രവണൻ വാരണാസി നഗരം പണിതു. ആ പുണ്യനഗരത്തിൽ വൈശ്രവണൻ പ്രാണലിംഗം, അതായത് പ്രപഞ്ച ജീവിതത്തിൻ്റെ പ്രതീകം എന്ന രൂപത്തിലുള്ള ശിവഭഗവാന്റെ വിഗ്രഹം മാത്രമല്ല, പരദേവത എന്ന രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പത്നിയുടെ വിഗ്രഹവും പ്രതിഷ്ഠിച്ചു. ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഉപവസിച്ച് വൈശ്രവണൻ ദീർഘനാൾ ശിവഭഗവാനെ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ ശിവഭഗവാൻ തൻ്റെ പത്നി പാർവതി ദേവിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആഗ്രഹിക്കുന്ന ഏതൊരു വരവും നൽകുവാൻ അദ്ദേഹം തയ്യാറായി. ദിവ്യമായ തേജസ്സിൽ മയങ്ങിപ്പോയ വൈശ്രവണൻ തനിക്ക് വേണ്ടത് ഭഗവാനെ സേവിക്കാനുള്ള ഭാഗ്യം മാത്രമാണെന്ന് മറുപടി പറഞ്ഞു. വൈശ്രവണൻ്റെ നിസ്വാർത്ഥമായ ഭക്തിയിൽ കൂടുതൽ സന്തുഷ്ടനായ ഭഗവാൻ അദ്ദേഹത്തിന് ദിവ്യദർശനത്തിൻ്റെ ശക്തി നൽകി. അപ്പോൾ വൈശ്രവണൻ്റെ കണ്ണുകൾ ശിവഭഗവാന്റെ പത്നിയായ പാർവതീദേവിയുടെ അതിമനോഹരമായ രൂപത്തിലേക്ക് പതിഞ്ഞു. അയാൾ ചിന്തിക്കുവാൻ തുടങ്ങി, സ്ത്രീ സമാനമായ പൂർണ്ണതയുടെ ഈ രൂപം ആരായിരിക്കും?
തീർച്ചയായും ശിവനെ ആരാധിക്കുന്നത് എത്ര ഗംഭീരമായിരിക്കണം. ഭഗവാനെ എങ്ങനെ ഈ ദേവിക്ക് ആരാധിക്കുവാൻ കഴിഞ്ഞു? എൻ്റെ തപസ്സിനേക്കാൾ വലുതാണോ ആ ദേവിയുടെ ആരാധന? അല്ലെങ്കിൽ എങ്ങനെയാണ് ഭഗവാൻ ദേവിയെ തൻ്റെ മടിയിലേക്ക് ഇത്രയധികം അടുപ്പിച്ചത്? വൈശ്രവണൻ്റെ നോട്ടം ശരിയായ വിലയിരുത്തിയപ്പോൾ ദിവ്യപത്നി വളരെയധികം കോപാകുലയായി. ദേവിയുടെ നോട്ടത്താൽ വൈശ്രവണൻ്റെ ഇടത് കണ്ണു തകർന്നു. ഈ അസൂയയുള്ള മനുഷ്യൻ ആരാണ്? ദേവി തൻ്റെ ഭഗവാനോട് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, പ്രിയേ, ദിവ്യമാതാവായ അങ്ങ് ഭക്തൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ മറ്റാരാണ് അവനെ രക്ഷിക്കാൻ വരിക? ദയവായി എനിക്ക് വേണ്ടിയെങ്കിലും അവനോട് ക്ഷമിക്കൂ. ദേവിയുടെ കോപം തണുത്തു. ഭഗവാൻ വൈശ്രവണനോട് പറഞ്ഞു, യക്ഷ, കിന്നര, ഗന്ധർവ എന്നീ സ്വർഗീയ വംശങ്ങളുടെ നാഥനായി നീ മാറും. 9 തരം അമൂല്യ സമ്പത്തുകളുടെയും ഉടമയായിട്ടും നീ മാറും. നീ എൻ്റെ അജീവാനന്ദ സുഹൃത്തുമായിരിക്കും. നിന്റെ സമ്പത്ത് ദാനത്തിൻ്റെയും സൽസ്വഭാവത്തിൻ്റെയും ഉറവിടമാകട്ടെ. യോഗ്യരായ ആളുകളോട് ഇപ്പോൾ നീ അനാവശ്യമായി അസൂയപ്പെട്ട ഈ മാതൃസ്വരൂപത്തിനോടും നീ ക്ഷമ തേടുക. വൈശ്രവണൻ പാർവതി ദേവിയുടെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് ദേവിയോട് ക്ഷമയാചിച്ചു. അപ്പോൾ ദേവി വൈശ്രവണനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നോട് ക്ഷമിക്കും. അതിന് ഒട്ടും തന്നെ സംശയം വേണ്ട. എന്നാൽ നിന്റെ പ്രാരംഭ നിസ്സാര മനസ്കത കാരണം നീ കുബേര എന്ന് അറിയപ്പെടും. കുബേര എന്നാൽ മോശമായ രൂപമുള്ളവൻ എന്നാണ് അർത്ഥം. കുൽസിതം ബേര യസ്യ സ എന്നാണ് സംസ്കൃത മീനിങ്. കുബേരനെ അനുഗ്രഹിച്ചതിന് ശേഷം ശിവപാർവതിമാർ മറഞ്ഞു. കുബേരൻ്റെ നഗരം അറിയപ്പെടുന്നത് അളകാപുരി എന്നാണ്. അളക എന്നും അറിയപ്പെടുന്നു. അളകാപുരി ഹിമാലയത്തിൻ്റെ താഴ്വരയിലായി സ്ഥിതി ചെയ്യുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. സുഖസമൃദ്ധിയുള്ള ദിവ്യനഗരമായാണ് ഇത് കണക്കാക്കുന്നത്. സമ്പത്ത്, സമൃദ്ധി, മനോഹാരിത, ആകാശഗമനം തുടങ്ങി എല്ലാ ആഡംബരങ്ങളും അടങ്ങിയ ദേവനഗരമായി പുരാണങ്ങൾ അളകാപുരിയെ വരച്ചു കാണിക്കുന്നുണ്ട്. അളകാപുരിയിൽ കുബേരൻ സ്വർണം, രത്നങ്ങൾ, ധനസമ്പത്ത് എന്നിവയുടെ ധാരാളം ശേഖരത്തോടെ താമസിക്കുന്നു എന്നും പറയുന്നു. ഗന്ധർവന്മാരും അപ്സരസുകളും യക്ഷന്മാരും ഈ നഗരത്തിൽ വസിക്കുന്നു. വാസുദേവൻ, വൈശ്രവണൻ എന്നും കുബേരൻ അറിയപ്പെടുന്നു. അതായത് യക്ഷാധിപതിയായ അളകാപുരിയുടെ രാജാതിരാജനായ രാജാവ് എന്നതാണ് അതിൻ്റെ അർത്ഥം. ലക്ഷ്മി ദേവിയെയും കുബേരനെയും വർണ്ണിച്ചുകൊണ്ട് ജപിക്കാവുന്ന ഒരു ബീജമന്ത്രമാണ് ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീം ക്ലീം വിത്തേശ്വരായ നമ. ധനസമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവനായ കുബേരോപാസനയ്ക്ക് ഉപയോഗിക്കാവുന്ന ഒരു ശ്രേഷ്ഠമായ ബീജമന്ത്രമാണ് ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീം ക്ലീം വിത്തേശ്വരായ നമ. ഇതിൻ്റെ അർത്ഥം ഓം എന്നത് സാർവത്രികമായ പരബ്രഹ്മനാഥമാണ്. ശ്രീം ധനസമ്പത്തിൻ്റെ, ലക്ഷ്മിയുടെ ബീജമന്ത്രമാണ്. ഹ്രീം ആത്മശുദ്ധിക്കും ആന്തരിക ശക്തിക്കും ഉപയോഗിക്കുന്ന ബീജമന്ത്രം. ക്ലീം എന്നാൽ ആകർഷണത്തിൻ്റെയും മാനസിക ശക്തിയുടെയും ബീജമന്ത്രം. വിത്തേശ്വരായ ധനാധിപനായ കുബേരന് നമഃ, നമസ്കാരം, അർപ്പണം. ഈ ബീജമന്ത്രത്തിൽ ശ്രീലക്ഷ്മിയെയും കുബേരനെയും ഒരുപോലെ നമ്മൾ നമസ്കരിക്കുന്നുണ്ട്. 11, 21, 108 തവണ ദിവസേന പ്രഭാതത്തിലോ സന്ധ്യാസമയത്തോ ജപിക്കാവുന്നതാണ്. ശുദ്ധമായ മനസ്സോടെ ധനസമൃദ്ധിക്ക് പ്രാർത്ഥന ചെയ്താൽ ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അനുകമ്പ നമുക്ക് ലഭിക്കുന്നതാണ്. ഏത് പ്രാർത്ഥന പറയുമ്പോഴും നാം ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഏത് പ്രാർത്ഥനയും സ്ഥിരമായി ജപിക്കണം. ശുദ്ധമായ മനസ്സോടെ നിർമ്മലമായ ഭക്തിയോടെ ജപിച്ചാൽ മാത്രമേ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുകയുള്ളൂ.